ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റെയർ ആൻഡ് ഡ്യൂഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫോർട്ട്നൈറ്റ് നമ്മുടെ പി സിയിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആക്കി കളിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചായിട്ട് പോകുന്നത്. അപ്പോൾ പി സി ഗെയിമേഴ്സിന് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ആരും മലയാളത്തിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലും കൂടി എനേബിൾ ചെയ്തെങ്കിൽ നാളെ ഈ സമയത്ത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ബെല്ലും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻസ്റ്റാളേഷൻ കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ഇവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യുന്നതിനൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ അതിൻ്റെ പാത്തും കാര്യങ്ങളൊക്കെ സെലക്ട് ആക്കി കൊടുക്കാൻ ചോദിക്കും. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അത് ഇൻസ്റ്റാൾ ആക്കി എടുക്കുക. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ആക്കിയത് ഗെയിം അല്ല, ഇതൊരു എമുലേറ്റർ ആണ്. അതെന്താണെന്ന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം. കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ പബ്ജി പി സി ഇറങ്ങിയ സമയത്ത് ഒട്ടുമിക്ക പി സിയിലും പബ്ജി കളിക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ലോ എൻഡ് പി സി, അതായത് കുറഞ്ഞ ഒരു 4 GB 2 GB റാമുള്ള പി സിയിലൊന്നും നല്ല രീതിയിൽ പബ്ജി പി സി കളിക്കാനായിട്ട് സാധിക്കില്ല. മിനിമം റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് 8 GB റാമാണ്. അതിന് താഴെയുള്ള പി സിയിലൊന്നും നല്ല രീതിയിൽ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കില്ല. ടെൻസെന്റ് ഗെയിമിംഗ് പഠിക്കുന്ന ഒരു പബ്ജി എമുലേറ്റർ നമുക്ക് അവർ നൽകിയിരുന്നു. ആ ഒരു എമുലേറ്റർ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ അതിൽ പബ്ജി ഡൗൺലോഡ് ചെയ്തിട്ട് കളിക്കുമായിരുന്നു. അപ്പോൾ ആ രീതി തന്നെയാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. കാരണം ഫോർട്ട്നൈറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു എമുലേറ്ററാണ് ഇതും. അപ്പോൾ എപ്പിക് ഗെയിംസ് എന്നാണ് ഈ ഒരു എമുലേറ്ററിൻ്റെ പേര്. സോ നമ്മൾ ഇപ്പോൾ ആ ഒരു എമുലേറ്ററാണ് ഇൻസ്റ്റാൾ ആക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഫോർട്ട്നൈറ്റ് ഗെയിം ഈ ഒരു എമുലേറ്റർ വഴി ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു എമുലേറ്റർ ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഒരു കമാൻഡ് വന്നതായി കാണാൻ സാധിക്കും. അവിടെ അലോ ആക്സസ് എന്നത് കൊടുക്കാം. ശേഷം നമുക്ക് അത് ഓപ്പണായി വന്നതായി കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അവിടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വെർഷനിലേക്ക് അത് അപ്ഡേറ്റ് ആയി പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. സോ നമുക്കവിടെ എല്ലാം അപ്ഡേറ്റ് ആയി ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ശേഷം നമുക്കത് ഓപ്പണായി വന്നിട്ടുണ്ട്, ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്കും അതുപോലെ തന്നെ ഗൂഗിളും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ വഴി ചെയ്യുകയാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ സെലക്ട് ചെയ്തു. ഞാൻ ഓൾറെഡി ഇവിടെ സൈൻ ആക്കി വെച്ചിട്ടുണ്ട്. സോ ഞാൻ പാസ്വേഡും കാര്യങ്ങളൊക്കെ അടിച്ച ശേഷം സൈനിങ് കൊടുത്തു. ഇപ്പോൾ അവിടെ സൈനിങ് ആവുന്നുണ്ട്. ശേഷം നമുക്ക് ഇവിടെ ഒരു ലോഡിംഗ് ഒക്കെ കാണാൻ സാധിക്കും. ലോഡ് സ്ക്രീൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അവിടെ നമുക്ക് ഐ ഹാവ് റീഡ് ആൻഡ് എഗ്രി എന്ന ആ ഒരു ബോക്സിനെ ക്ലിക്ക് ചെയ്ത് നമ്മളത് എനേബിൾ ചെയ്യുക. അതിനുശേഷം എഗ്രി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ അഗ്രി എന്നത് കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ഇവിടെ ഒരു വിൻഡോ വന്നതായി കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് എവിടേക്കാണ് ഗെയിം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്ന് സെലക്ട് ആയി കൊടുക്കുക. അതായത് നമ്മുടെ മെയിൻ ഗെയിമായ ഫോർട്ട്നൈറ്റ് നമുക്ക് എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു പാത്തും കാര്യങ്ങൾ നിങ്ങൾ സെലക്ട് ആക്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴെയുള്ള ഇൻസ്റ്റാൾ എന്നത് കൊടുക്കുക. ശേഷം നമുക്ക് ഗെയിം ഡൗൺലോഡ് ചെയ്യേണ്ട മെയിൻ സ്ക്രീൻ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇൻസ്റ്റാൾ എന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പി സിയിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം, എങ്കിലേ കറക്റ്റായിട്ട് ഇത് ഡൗൺലോഡായി ഇൻസ്റ്റാൾ ആകുകയുള്ളൂ. സോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിവിടെ ഇൻസ്റ്റാൾ ആവുന്ന കാണാനായിട്ട് സാധിക്കും. വളരെ ലെങ്തിലായിട്ടുള്ള പ്രോസസ്സാണ്. സോ ഞാനത് സ്കിപ്പ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ വെരിഫൈ ചെയ്യുന്ന കാണാൻ സാധിക്കും. അത് 1 മുതൽ 100% വരെ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ ലോഞ്ച് എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ലോഞ്ച് എന്നിട്ട് ക്ലിക്ക് ചെയ്യാം. ലോഞ്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഗെയിം ഓപ്പണായി വന്നവരെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ലോഗിൻ ഒക്കെ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾ ബാറ്റിൽ റോയൽ എന്നത് കൊടുക്കുക. ബാറ്റിൽ റോയൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള ഗെയിം പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഞാൻ ഇപ്പോൾ ലോഡിങ് കാണിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ താഴെ ലോബി എന്നത് കൊടുക്കുക. ഇത് നമ്മുടെ പബ്ജിയും ഫ്രീ ഫയറും പോലെ തന്നെയാണ്. അതേ മോഡലിൽ തന്നെയാണ് ഈ ഒരു ഗെയിം നിർമ്മിച്ചിരിക്കുന്നത്. സോ നമുക്കിവിടെ പ്ലേ എന്ന് കാണാൻ സാധിക്കും. പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് സോളോ ആണെങ്കിൽ സോളോ ചെയ്യാം, ഡുവോ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ കളിക്കുക. അപ്പോൾ പ്ലേ എന്ന് എഴുതിയേക്കുന്ന കാണാൻ സാധിക്കും. അവിടെയായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളത് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ ലോഡിംഗ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗെയിം പ്ലേ ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലിലേക്ക് കൂടി ഡുമ്മെന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക. ഇനി നല്ലൊരു വീഡിയോയിൽ കാണാം. സീ സൂൺ. ബൈ.